അങ്ങനെ കാത്തിരുന്ന് വന്നിട്ടേ കോൺഗ്രസിന്റെ കണക്ക് വന്നിട്ടേ ആപ്പും വെച്ച് വഴിനീളം നടന്ന് ഈ മരിച്ചവരുടെ ഫോട്ടോയും കാണിച്ച് പിരിവ് നടത്തിയിട്ടും കിട്ടിയ വരുമാനം ആകെ കൂടി 6 കോടി മാത്രം. അടിപൊളി, വിശ്വസിച്ചില്ലേ? KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മറുപടി പറയുകയാണ്. 5,38,21,632 രൂപയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു. ഇതിന് പുറമെ യൂത്ത് കോൺഗ്രസ് 1.5 കോടി രൂപ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ DYFI ആക്രി വിറ്റും സിമന്റ് ചോന്നും കൂലിപ്പണിക്ക് പോയും DYFIയുടെ സഹാക്കള് ഉണ്ടാക്കിയത് 20 കോടി. പിന്നെ ലീഗ് പിരിച്ചത് 40 കോടി. അവർ ഭംഗിയായിട്ട് വീടുകളും പണിതു. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം ഈ ഒരു ദുരിത സമയത്ത് പിരിച്ച ഫണ്ട് എവിടെ പോയി? അപ്പോൾ വെറും 6 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുമാതിരി അല്ലേ? നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടാ 6 കോടി കിട്ടിയിട്ടുണ്ടാവുള്ളൂ പാവങ്ങൾക്കെന്ന്? ഒരുമാതിരി കേരളത്തിലുള്ളവരെ മുഴുവൻ കളിയാക്കുന്ന പോലെയല്ലേ? ഇത്രയും ചെറിയ ഒരു DYFI എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇത്ര വലിയ സംഘടനയും ഒപ്പം അവരുടെ യുവജന സംഘടനകളും ഒക്കെ വാട്ടട്ട് പിരിച്ചിട്ട് ആകെ കൂടി 6 കോടിയെ പിരിക്കാൻ പറ്റുള്ളൂ. അതിന് സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇനി വീട് പണിയണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നയാ പൈസ ഇല്ല. അടിപൊളി അടിപൊളി. ഇലക്ഷൻ വരുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി സണ്ണി ജോസഫിന് അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം എല്ലാവരും നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നും വേണ്ടി അപ്പ ചോദ്യം വരുന്ന കാര്യം ഇതാണ്, കണക്ക് പറ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കണക്കെന്ന് കഴിഞ്ഞാൽ പറയുമ്പോൾ ഒരുമാതിരി മറ്റേ വിയറ്റ്നാം കോളനിയിൽ പറഞ്ഞ മാതിരി എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്, എല്ലാ രേഖകളും എന്ന് പറഞ്ഞ മാതിരി ഇതിങ്ങനെ കൈ കാണിക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്ന വരെ ഒരു രേഖയും പുറത്തേക്ക് കാണിക്കില്ല. ഇതിപ്പോൾ കാണിക്കാന്ന് മാത്രം. എന്താ വ്യക്തമായ ഒരു പിരിവ് നടത്തിയിട്ടുള്ളവർക്കാണെങ്കിൽ ഏത് നിമിഷത്തിനുള്ളിലും കാണിക്കാൻ പറ്റില്ലേ? CPM എന്ത് കാണിച്ചു എന്ന് ചോദിച്ച വശം മണിക്കൂറുകളില്ല, 1 മണിക്കൂർ തികഞ്ഞില്ല. അതിന് മുമ്പേ കണക്ക് പറഞ്ഞില്ലേ? DYFI പറഞ്ഞില്ലേ? ലീഗ് പറഞ്ഞില്ലേ? ആരോട് ചോദിച്ചാലും അവർ കൃത്യമായിട്ട് പറയാൻ തയ്യാറാണ്. എന്നിട്ട് എന്താ ഈ കോൺഗ്രസിന് മാത്രം ഇത് കഴിയാതിരുന്നേ? എന്നിട്ട് പറഞ്ഞപ്പോ കണക്ക് കേട്ട് കഴിഞ്ഞാലോ അമ്മേ, ഈ 5 കൊല്ലം ഇവരുടെ കയ്യിലൊക്കെ കൊടുക്കണമെന്ന് നല്ലോണം ആലോചിക്കട്ടെ എൻ്റെ പ്രിയ നാട്ടുകാരെ. ഇതേമാതിരിയുള്ള ടീമുകളുടെ കയ്യിലൊക്കെ ആണെങ്കിൽ ഒരു പരുവാക്കും കേരളത്തെ.